കേസ് അന്വേഷിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ആരെങ്കിലും അകത്ത് പ്രവേശിച്ചിട്ടുണ്ടോ, ഈ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഭേദിച്ചകത്ത് കയറിയിട്ടുണ്ടോ, ഓട് പൊളിച്ചിട്ടുണ്ടോ ഒക്കെ നോക്കി. ഓടെല്ലാം ഇൻടാക്ട്, അവിടെയെങ്കിലും ഒരു മണ്ണ് പോലുമില്ല, അതേപോലെ തന്നെ കിടക്കും. വാതിലെല്ലാം രാത്രി അടച്ചിട്ടാണ് കിടന്നത്. ആരും വാതിൽ ആർക്കും തുറന്നു കൊടുത്തിട്ടില്ല. അത് ഞാൻ സ്റ്റേറ്റ്മെൻറ്റോടെ ഉറപ്പ് വരും, ഈ കുട്ടിയുടെ അമ്മയുടെ മൊഴിയെടുത്തു. കാരണം ഇവർക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചിട്ടപ്പെടുത്തേണ്ടത് ആവശ്യമായിരുന്നു. അസുഖമുണ്ടെങ്കിൽ അവരിതൊക്കെ ചെയ്യാൻ പ്രാപ്തിയാണ്. ഞങ്ങൾക്ക് അവർ ചോദ്യം ചെയ്യൽ അസാധ്യമായിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ മനുഷ്യരല്ലേ, മരിച്ചുപോയ കുട്ടിയെപ്പറ്റി ഓർമ്മകൾ വെച്ചിട്ട് നമ്മളിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുമ്പം അവർ ഓരോ ചോദ്യത്തിനും കരയാൻ തുടങ്ങി. തൽക്കാലം ഞങ്ങൾ അവർക്ക് അവധി കൊടുത്തിട്ട് ഇവരുടെ വാപ്പയെ വിളിച്ചു. ആദ്യം മുതൽ വളരെ വികാരമൊന്നും പ്രകടിപ്പിക്കാതെ പുള്ളി ഈ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇങ്ങനെ പറയാൻ തുടങ്ങി. ആദ്യത്തെ കേസിനെ പറ്റി പറഞ്ഞു, രണ്ടാമത്തെ കേസിനെ പറ്റി, ഈ കേസിനെ പറ്റിയും പറഞ്ഞു. ദിവസങ്ങൾ നീണ്ട ചോദ്യത്തിനിടയിൽ ഒറ്റ ചോദ്യം, അത് ആ കേസിനെ മൊത്തം മാറ്റിമറിക്കുന്നതായിരുന്നു.